ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, വിശുദ്ധ റമളാൻ ബാബുർ റയ്യാൻ വിശ്വാസികളുടെ മുമ്പിൽ തുറന്നു വെച്ച ദിവസങ്ങളാണ്. ആ ബാബുർ റയ്യാനിലൂടെ നോമ്പെടുത്ത് സ്വർഗത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആലയെ പൂർണ്ണമായും സ്വീകരിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ, റബ്ബിന്റെ കൽപ്പനകൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മരിച്ച വീട്ടിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെ പറ്റിയാണ്. ഒരാൾ മരണപ്പെട്ടു എന്ന വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരാകട്ടെ, സ്വന്തക്കാരാകട്ടെ, അതേപോലെ തന്നെ സുഹൃത്തുക്കളും അയൽവാസികളുമായിട്ടുള്ള ആളുകൾക്ക് ആദ്യമായിട്ട് ഒരുങ്ങാനുള്ളത് ഈ മയ്യത്ത് ഖബറടക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കുക എന്നത് തന്നെയാണ് ആദ്യമായി ചെയ്യേണ്ടുന്നത്. അതിലേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലൊക്കെയാണ് നമ്മുടെ ഒരുപാട് സഹോദരന്മാരുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മഈഷത്തിന്റെ ജീവിത മാർഗങ്ങളുടെ ഭാഗമായി കൊണ്ടാണ് അവിടെയൊക്കെ എത്തിയിട്ടുള്ളത് നമ്മുടെ കുടുംബാംഗങ്ങൾ. അല്ലാഹു അവർക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ മരണപ്പെടുന്നത് അത് ആ മയ്യത്ത് അതിൻ്റെ പേരിൽ പ്രയാസപ്പെടലാണ്. ആളുകൾക്കും പ്രയാസം, മയ്യത്തും അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. നാട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് ശാഠ്യം പിടിക്കുന്ന ഒരുപാട് കുടുംബാംഗങ്ങൾ. നമ്മളേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇസ്ലാം ഏറ്റവും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് ഒരാൾ മരണപ്പെട്ട സ്ഥലത്ത് തന്നെ ഖബറടക്കുക എന്നതാണ്. ഉഹദ് യുദ്ധത്തിൽ മരണപ്പെട്ട ആളുകൾ, അന്ന് ഉഹദിന്റെ ഭാഗം എന്ന് പറയുന്നത് ആൾതാമസമില്ലാത്ത ഒരു ഭാഗമാണ്. അവിടെ വെച്ചാണ് ഉഹദ് യുദ്ധം നടക്കുന്നത്. അവിടെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച ആളുകളെ മുഴുവൻ ഖബറടക്കിയത്. ആ ഖബറടക്കം യുദ്ധം കഴിയുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ട പല സ്വഹാബിമാരെയും മദീനയിലേക്ക് ബഖീഇൽ ഖബറടക്കുന്നതിന് വേണ്ടി അവർ കൊണ്ടുപോയിരുന്നു. ജാബിർ റളിയല്ലാഹു അൻഹും അതേപോലെ തന്നെ മറ്റു പല സ്വഹാബിമാരും പറയുന്നു, ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എൻ്റെ ഉപ്പയും എൻ്റെ അമ്മാവനും ആ യുദ്ധത്തിൽ മരണപ്പെട്ടു. ഉപ്പയും അമ്മാവനും മരണപ്പെട്ടപ്പോൾ എൻ്റെ ഉമ്മ അവർ രണ്ടുപേരും ബഖീഇൽ ആവട്ടെ എന്ന് കരുതിയിട്ട് രണ്ടുപേരെയും ബഖീഇലേക്ക്, മസ്ജിദുൻ നബിയുടെ തൊട്ടടുത്തുള്ള ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയി. അവിടെ ഖബറടക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയുണ്ടായി, ഇവരെയൊക്കെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് ഖബറടക്കണമെന്ന്. ഞങ്ങൾ തിരിച്ചങ്ങോട്ട് തന്നെ കൊണ്ടുപോയി എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ അവിടെ തന്നെ ഖബറടക്കുക എന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഒരാൾക്ക് ആ ഖബറടക്കാൻ മരണപ്പെട്ട സ്ഥലത്ത് അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുളിപ്പിക്കാനും നമസ്കരിക്കാനും നല്ല രൂപത്തിൽ ഖബറടക്കാനുമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു സഹോദരൻ അബ്സീനിയയിൽ വെച്ചാണ് മരണപ്പെട്ടത് എന്നാണ് ഹദീസുകളിൽ കാണുന്നത്. അവിടെ തന്നെ മരണപ്പെട്ട ആ വ്യക്തിയെ അവിടെ തന്നെ ഖബറടക്കുന്നതിന് പകരം അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് അതിനെപ്പറ്റി, എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ കാരണം അത് സുന്നത്തിനെതിരാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് കഴിയുമെങ്കിൽ നമ്മൾ എവിടെയാണോ മരിച്ചത് അവിടെ തന്നെ ഖബറടക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത്. അവസാനമായി ഒരു നോക്ക് കാണാൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് എങ്കിലും ആ ഒരു നോക്ക് കാണുന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് ആ മയ്യത്തിന് ബുദ്ധിമുട്ടില്ലാതെ, ആളുകൾക്കാർക്കും ബുദ്ധിമുട്ടില്ലാതെ വേഗത്തിൽ, അസ്രിഉ ബിൽ ജനാസ എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വേഗത്തിലാക്കുക എന്ന് പറഞ്ഞല്ലോ. ആ വേഗത്തിലാക്കുന്നതിന് എതിരാണ് 2-3 ദിവസമൊക്കെ പിടിക്കുന്ന ഈ രൂപത്തിൽ മരിച്ച മയ്യത്ത് അങ്ങനെ തന്നെ വെക്കുകയും അത് എംബാം ചെയ്യേണ്ടി വരികയും
ഒക്കെ ചെയ്യുന്ന ആ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്. അതേപോലെ തന്നെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് മരണം ആ, മരണപ്പെട്ട വിവരം മറ്റുള്ളവരെ അറിയിക്കുക എന്ന് പറയുന്നത്, അറിയിക്കണം. അറിയിക്കാതെ കൂടുതൽ ആളുകൾ നമസ്കാരത്തിന് കൂടുകയോ അതേപോലെ തന്നെ മയ്യത്തിന്റെ കബറടക്ക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആളുകളൊന്നും ഉണ്ടാകില്ലല്ലോ. അതുകൊണ്ട് അറിയിക്കണം. പക്ഷേ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മരണവിവരം അറിയിക്കലുണ്ട്. ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്നത് അതാണ്. അങ്ങാടികളിലൂടെയും റോട്ടിലൂടെയും മൈക്ക് കെട്ടി വാഹനത്തിൽ വിളിച്ചു പറയുന്ന ഒരു രൂപം. അതാണ് ഇസ്ലാമിന്റെ മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ പള്ളിയുടെ മിനാരങ്ങളിലൂടെ ബാങ്ക് വിളിക്കുന്നത് പോലെ തന്നെ വിളിച്ചു പറയുന്ന രൂപം, ഇത് രണ്ടും പാടില്ല എന്നാണ് നമ്മുടെ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അത് ജാഹിലിയ കാലഘട്ടത്തിൽപ്പെട്ടതാണ് എന്നാണ്. ജാഹിലിയ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മയ്യത്ത് മരണവിവരം വിളിച്ചു പറയുക, ഒരാൾ മരണപ്പെട്ട വിവരം ആളുകൾ വിളിച്ചു പറയുക എന്ന സംഗതി വിരോധിച്ചു എന്ന് പറയുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നൽ മുറാദ ബിന്നഈ, ഈ വിരോധിച്ച വിളിച്ചു പറയലുണ്ടല്ലോ, അത് അൽ ഇഅ്ലാനുല്ലദി യുഷ്ബിഹു മാ കാന അലൈഹി അഹ്ലുൽ ജാഹിലിയ്യതി മിനസ് സിയാഹി അലാ അബ്വാബിൽ ബുയൂതി വൽ അസ്വാഖ്, നാടുകളിൽ അങ്ങാടികളിലും അതേപോലെ തന്നെ ആളുകൾ താമസിക്കുന്ന ഭാഗങ്ങളിലൂടെയും കടന്നു ചെന്ന് ഒരാളിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുക, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചത്. അത് തന്നെയാണല്ലോ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പാടില്ലാത്തതാണ്. പിന്നെ അനുവദിക്കപ്പെട്ട അതേപോലെ തന്നെ പള്ളി മിനാരങ്ങളിലൂടെയും വിളിച്ചു പറയാൻ പാടില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇതൊന്നും പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ മരണവിവരം അറിയിക്കാൻ പാടില്ലേ? ഉണ്ട്, അറിയിക്കാൻ പാടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജ്ജാഷി മരിച്ചപ്പോ അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിക്കാൻ വേണ്ടി ആളുകളോട്, ഇതാ നജ്ജാഷി മരണപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് നമസ്കരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബത്തിനെ വിളിച്ചുകൂട്ടി നമസ്കരിച്ചു. മാത്രമല്ല ഇസ്തഗ്ഫിറൂ ലി അഖീക്കും, നിങ്ങളുടെ സഹോദരനാണ് അദ്ദേഹം, അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം, പാപമോചന പ്രാർത്ഥന നടത്തണം എന്നാണ്. നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തണം. അതേപോലെ തന്നെ ഒരു യുദ്ധത്തിൽ സയ്യിദ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ മരണപ്പെട്ടു. ആദ്യം സയ്യിദ് റളിയല്ലാഹു അൻഹു ആണ് പതാക ഏന്തിയിരുന്നത്. അദ്ദേഹത്തിന് വെട്ടേറ്റു, അദ്ദേഹം മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവരം അറിയിച്ചുകൊണ്ട് ഇസ്തഗ്ഫിറൂ ലി അഖീക്കും, നിങ്ങളുടെ സഹോദരന് നിങ്ങൾ പാപമോചനം തേടുക എന്ന് പറഞ്ഞു. സ്വഹാബത്ത് പാപമോചനം തേടി. അതിനുശേഷം നബി വീണ്ടും അറിയിച്ചു, പതാക ജാഫർ ബിൻ അബി താലിബ് ഏറ്റെടുത്തിട്ടുണ്ട്, അദ്ദേഹവും മരണപ്പെട്ടു, നിങ്ങൾ അദ്ദേഹത്തിന് പാപമോചനം തേടുക, ഇസ്തഗ്ഫിറു, നിങ്ങൾ പാപമോചനം തേടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനുശേഷം അബ്ദുല്ലാഹി ബിൻ റവാഹയാണ് ഇസ്ലാമിന്റെ പതാക ഏന്തിയത്, അദ്ദേഹവും മരണപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിനും പാപമോചനം തേടുക എന്ന്. അതിനുശേഷം ഖാലിദ് ബിനുൽ വലീദ് പതാക ഏന്തിയിരിക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുവേ നിന്റെ വാളുകളിൽപ്പെട്ട ഒരു വാളാണ് അദ്ദേഹം, നീ അദ്ദേഹത്തിന് സഹായം ചെയ്യണമേ എന്ന് അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെ ഇസ്ലാമിന് വിജയമുണ്ടാവുകയും ചെയ്തു. അന്നു മുതലാണ് ഖാലിദ് ബിനുൽ വലീദിനെ സൈഫുള്ള എന്ന പേര് ലഭിച്ചത് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ മരണവിവരം അറിയിച്ചല്ലോ നജ്ജാഷിക്ക് വേണ്ടി. അതേപോലെ തന്നെ ഈ സ്വഹാബിമാർ മരണപ്പെട്ടത് മരണവിവരം അറിയിക്കാം. എന്തിനു വേണ്ടി? അവർക്ക് വേണ്ടി പാപമോചനം തേടാൻ വേണ്ടിയിട്ട്, അവരുടെ നമസ്കാരത്തിന് വേണ്ടിയും മയ്യത്ത് ഖബറടക്കുന്നതുമായി ബന്ധപ്പെട്ട കുളിപ്പിക്കാനും അതേപോലെ കഫൻ ചെയ്യാനുമൊക്കെ ആളുകൾ കൂടുന്നതിന് വേണ്ടി നമ്മുടെ വായിലൂടെ അടുത്ത ആളുകൾക്ക് പറഞ്ഞ് നമ്മൾ നമസ്കാരം കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് ഇന്നയാൾ മരണപ്പെട്ടിട്ടുണ്ട്, ഇന്ന സമയത്താണ് മയ്യത്തെടുക്കുന്നത് എന്ന് പറയുക എന്നല്ലാതെ അങ്ങാടികളിലൂടെ മൈക്ക് കെട്ടി അനൗൺസ് ചെയ്യുകയോ പള്ളിയിലൂടെ അനൗൺസ് ചെയ്യുകയോ ചെയ്യുന്ന രൂപമല്ല ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ
മയ്യത്ത് ഒരാൾ മരണപ്പെട്ടു എന്ന വിവരം കേട്ടാൽ നമ്മൾ പറഞ്ഞല്ലോ, മയ്യത്തിന്റെ അഹ്ലുകാരാണ് എങ്കിലും അല്ലാത്തവരാണ് എങ്കിലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണമെന്ന്. അത് നമ്മളെല്ലാവരും ആ വിവരം കേൾക്കുന്ന സമയത്ത് പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മയ്യത്ത് നമുക്ക് സന്ദർശിക്കാം, പോയി കാണാം, വേണമെങ്കിൽ ആ മയ്യത്തിന്റെ മുഖം നോക്കിയിട്ട് മുഖത്ത് ചുംബിക്കാം. ഇതൊക്കെ ഇസ്ലാം അനുവദിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കിടക്കുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണം സംഭവിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അവർ വന്ന സമയത്ത് നബി മരിച്ചു എന്നറിഞ്ഞപ്പോ ഓടി വന്ന് നബിയുടെ മുഖത്ത് നിന്ന് വസ്ത്രം മാറ്റി പ്രവാചകനെ ചുംബിച്ച് ആത്മഗതം ചെയ്യാണ്. റസൂലേ, താങ്കൾക്ക് വേണ്ടി ഞങ്ങളുടെ എല്ലാം സമർപ്പിക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുന്ന വാക്കുകൾ ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പോ പ്രാർത്ഥിക്കണം മയ്യത്തിന് വേണ്ടി. മയ്യത്ത് കാണുന്ന സമയത്ത് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത്. ഈ മയ്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ ഗഫിർ ഈ ലിഹാദൽ മയ്യത്ത്, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണേ, പേരറിയുമെങ്കിൽ ആ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക. മുഹമ്മദ്, അല്ലാഹുമ്മ ഗഫിർ ലി മുഹമ്മദ്, മുഹമ്മദിന് നീ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടുന്നത്. വിവരമറിഞ്ഞാൽ ഇസ്തിഗ്ഫാർ നടത്തുക, അവിടെ സന്ദർശിക്കുക, അതിനു വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതൊരു സാമൂഹ്യ ബാധ്യതയാണ് മയ്യത്ത് പരിപാലനം എന്ന് പറയുന്നത്. അവിടെ ആളുണ്ട് അത് ചെയ്യാൻ, കുളിപ്പിക്കാൻ, അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിക്കാനുള്ള ആളുണ്ട് എന്ന് നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനാണ് മയ്യത്തിന്റെ വീട് സന്ദർശിക്കണം എന്ന് പറയുന്നത്. മയ്യത്തിന്റെ വിവരം, മരണപ്പെട്ട വിവരം അറിയിക്കണം എന്ന് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു സംഗതിയാണ് മയ്യത്ത് സന്ദർശിക്കുക എന്നത്. ആണ് പെണ്ണിന്റെ മയ്യത്തും പെണ്ണ് ആണിന്റെ മയ്യത്തും പോയി സന്ദർശിക്കുക എന്ന് പറയുന്നത്. അത് പാടുണ്ടോ എന്ന് ചോദിച്ചാൽ, ജീവിച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നതിന് തടസ്സമില്ലാത്ത മഹ്റമുകളായ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നതിന് വിരോധമൊന്നുമില്ല. ഇപ്പൊ എപ്പോഴും അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളുകൾ, ഒരു അയൽവാസി, അതേപോലെ തന്നെ തൊട്ടടുത്ത ബന്ധമുണ്ടായിരുന്ന ആളുകൾ, അവർക്കൊക്കെ ഒരു സ്ത്രീയുടെ മയ്യത്ത് കാണുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്തരം സ്ത്രീകൾക്ക് ഒരു പുരുഷന്റെ മയ്യത്ത് കാണുക എന്ന് പറയുന്നത് തെറ്റല്ല. എന്നാൽ വരുന്ന ആളുകൾക്ക് മുഴുവൻ നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആണിന്റെ മയ്യത്താണെങ്കിലും പെണ്ണിന്റെ മയ്യത്താണെങ്കിലും ആ ഒരു ലിംഗഭേദം പരിഗണിക്കാതെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അവിടെ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ജീവിച്ചിരിക്കുന്ന സമയത്തും മരിച്ച സമയത്തും തമ്മിൽ കാണുക എന്ന വിഷയത്തിൽ മാറ്റമൊന്നുമില്ല. ജീവിച്ചിരിക്കുമ്പോൾ കാണാൻ പറ്റിയവർക്ക് തന്നെ മരിച്ചാലും കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്, എല്ലാവരെയും, ഒരു പെണ്ണാണ് മരിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ വരുന്ന ആളുകളെ മുഴുവൻ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരാണാണ് മരിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ വരുന്ന പെണ്ണുങ്ങളെ മുഴുവൻ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാണാൻ വേണ്ടപ്പെട്ട ആളുകളുണ്ട് എങ്കിൽ അവർ മാത്രം കാണുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, മയ്യത്തിനെ കാണാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് മയ്യത്തിന്റെ കുടുംബങ്ങൾക്ക് ഒരു അനുശോചനം എന്ന നിലക്ക് അത് ചെയ്യാവുന്നതാണ്, അനുവദിക്കപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് പെട്ടെന്നുള്ള മരണവും അല്ലെങ്കിൽ കുടുംബത്തിന്റെ നാഥനായിട്ടുള്ളവരും അതേപോലെ തന്നെ കുടുംബത്തിലെ വളരെ ഏറെ അവർക്ക് വിഷമമുണ്ടാക്കിയ ഒരു മരണവും ഒക്കെയാണ് എങ്കിൽ അവരുടെ കൈ പിടിച്ചും അതേപോലെ തന്നെ അവരുടെ അടുത്ത് ചെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ, നിങ്ങൾക്ക് ക്ഷമ വർദ്ധിപ്പിക്കട്ടെ എന്ന രൂപത്തിൽ നമ്മുടെ മലയാളത്തിൽ തന്നെ പ്രാർത്ഥിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അങ്ങനെ പ്രത്യേകമായ ഒരു പ്രാർത്ഥനയൊന്നും വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ തന്റെ മോൻ മരണപ്പെട്ടു എന്ന വിവരം അറിഞ്ഞ സന്ദർഭത്തിൽ നബിക്ക് വിവരം കൊടുക്കുമ്പോൾ നബി അവരെ പറഞ്ഞയക്കുകയാണ്, തിരിച്ചയക്കുകയാണ്. അവരോട് പോയിട്ട് ക്ഷമിക്കാൻ പറയൂ. ഇന്ന ലില്ലാഹി മാ അഖദ്, അല്ലാഹു തിരിച്ചു വല്ലതും എടുത്തിട്ടുണ്ട് എങ്കിൽ അത് അള്ളാന്റേത് തന്നെയാണ്. മകനെ കൊടുത്തത് അള്ളയാണല്ലോ, അവനാണല്ലോ അത് തിരിച്ചെടുത്തത്. വലഹു മാ അഅത, അത് നൽകിയതും അവന്റേതാണ്, അവൻ തിരിച്ചെടുത്തതും അവന്റേത് തന്നെയാണ്. വകുല്ലുൻ ഇൻദഹു ബി അജലിൻ മുസമ്മ, എല്ലാറ്റിനും റബ്ബിന്റെ അടുക്കൽ കൃത്യമായ ഒരു സമയം നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഫൽതസ്ബിർ വൽതഹ്തസിബ്, അവൾ പ്രതിഫലം ആഗ്രഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ആ പ്രാർത്ഥന വേണമെങ്കിൽ നമുക്കും
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾ ക്ഷമിക്കണം. അള്ളാഹു നിങ്ങൾക്ക് ക്ഷമ നൽകട്ടെ, അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ, അള്ളാഹു നിങ്ങളുടെ പ്രതിഫലം ഇരട്ടിപ്പിക്കട്ടെ എന്ന രൂപത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ഭാഷയിൽ നമുക്ക് നടത്താവുന്നതാണ്. ഇതാണ് ഒരു മയ്യത്ത് കാണാൻ ചെല്ലുന്ന ആളുകൾ, മയ്യത്തിന്റെ വിവരമറിയുന്ന ആളുകൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല ബാബുർ റയ്യാൻ എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ ഇത് സന്ദർശിക്കുകയും ഇത് പഠിക്കുകയും ഇത് ഉൾക്കൊള്ളുകയും ചെയ്ത് ഈ വിശുദ്ധ റമദാനിനെ സൽക്കർമ്മങ്ങൾ കൊണ്ട് സമ്പന്നമാക്കി അറിവും പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോയി സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അവസരം റബ്ബ് നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.